Good morning, students. In our last class, we read and enjoyed the story of three butterflies. You remember that story of three butterflies we have enjoyed in our last class. Today, we have to read the remaining parts or page number 39. In our page number 39, there we have a simple poem about butterflies. The name of the poem is Butterfly, Butterfly. You know what is butterfly? You are very familiar with that word butterfly. അല്ലേ? പൂമ്പാറ്റ, ചിത്രശലഭം എന്നൊക്കെ മലയാളത്തിൽ പറയും. Okay, today in our last class we discussed about the story. We discussed the story about three butterflies. You remember it? Yes. Today we can we can recite a poem related this topic. Here the name of the poem is Butterflies, Butterflies. Here in page number 39, first as an entry, you read 2 or 3 times this poem. Then you can understand very well what is there in the poem. It's very simple one. Everybody can understand it. It's in simple words. Nobody will not be any difficulty. Will not get any difficulty by reading this. Anyway, after reading 2 or 3 times, let's come to the topic. Okay. Before I read, you read 3 times. Okay. Then take page number 39. Here, butterflies, butterfly. Butterfly, butterfly, fly in the sky. It's very simple. Butterfly, ഒരു കുട്ടി ബട്ടർഫ്ലൈയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയാണ്, ചിത്രശലഭമേ, ചിത്രശലഭമേ, fly in the sky. Fly. What is fly? Fly. Fly in the sky. You know what is sky and fly? Fly in the sky. ആകാശത്തിലൂടെ പറക്കൂ. Fly in the sky. ആകാശത്തിലൂടെ പറക്കൂ. പിന്നെന്താ പറയുന്നത്? ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ഫ്ലൈസ് സോ ഹൈ. എങ്ങനെ പറക്കണം? സോ ഹൈ. ഫ്ലൈസ് സോ ഹൈ. വളരെ ഉയർന്നു പറക്കൂ. ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസ്, ഫ്ലൈസ് സോ ഹൈ. പിന്നെ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ലാൻഡ്സ് ഓൺ മൈ തൈ. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈയെ വിളിക്കുകയാണ്. എന്നിട്ട് കുട്ടി പറയാണ് ലാൻഡ്സ് ഓൺ മൈ തൈ. എൻ്റെ തൈ. തൈ. വാട്ട് ഈസ് തൈ? തൈ മീൻസ് തുട. നമ്മുടെ കാലിൻ്റെ തുടക്കാണ് തൈ എന്ന് പറയാം. അപ്പം ബട്ടർഫ്ലൈയോട് പറയാണ് ലാൻഡ് ഓൺ മൈ തൈ. എൻ്റെ തുടയിൽ വന്നിരിക്കൂ, എൻ്റെ തുടയിൽ വന്ന് ഇരിക്കൂ ബട്ടർഫ്ലൈ എന്ന് കുട്ടി പറയാണ്. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, മോഷൻലെസ്ലി ലൈ. മോഷൻലെസ്ലി ലൈസ്. മോഷൻലെസ്ലി. മോഷൻലെസ്ലി എന്ന് പറഞ്ഞാൽ അനങ്ങാതെ, ചലനമില്ലാതെ എന്ത് ചെയ്യൂ? കിടക്കൂ, ചലനമില്ലാതെ ഇരിക്കൂ എന്നാണ്. ലൈ എന്ന് പറഞ്ഞാൽ ഇരിക്കുക, കിടക്കുക എന്നൊക്കെയാണ് അർത്ഥം. മോഷൻലെസ്ലി ലൈസ്. ദെൻ ലാസ്റ്റ് ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ഗ്രേസ്ഫുള്ളി ഡൈ. അവസാനം എന്താ പറയുന്നത്? സമാധാനത്തോടു കൂടി മരിക്കൂ. ബട്ടർഫ്ലൈയോട് പറയാണ്, നീ ഇനി സമാധാനത്തോടു കൂടി മരിക്കൂ. നിൻ്റെ കാലം കഴിയുമ്പോൾ നിന്നെ വയസ്സാകുമ്പോൾ നീ എങ്ങനെ മരിക്കണം? ഒരു പ്രശ്നമൊന്നുമില്ലാതെ സമാധാനത്തോടു കൂടി സുഖകരമായിട്ട് മരിക്കൂ എന്ന് കുട്ടി ബട്ടർഫ്ലൈയോട് പറയാണ്. നമുക്കൊന്നും കൂടി നോക്കാം. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ഫ്ലൈ ഇൻ ദി സ്കൈ. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ഫ്ലൈ സോ ഹൈ. നൗ യു റിമെമ്പർ വാട്ട് ഈസ് ദി മീനിങ്? ഓക്കെ. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ലാൻഡ് ഓൺ മൈ തൈ. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, മോഷൻലെസ്ലി ലൈസ്. Butterfly, butterfly, gracefully dies. Okay. Here I think it's very simple. You are familiar with it now. Here now we have
It's activities. The activities is very simple and very interesting. You know, in page number 40, there is an activity 1. Write words from the poem that rhyme with dry in the flower petals. Here we can see a flower petals. A flower petals. What is petals? Flower petals. What is petals? Petals means ഇതളുകൾ. പൂവിൻ്റെ ഇതളുകൾ ഇവിടെ ഉണ്ട്. 1 2 3 4 5 5 ഇതളുകളുണ്ട്. അപ്പോൾ ആ 5 ഇതളുകളിലും നിങ്ങൾ ഡ്രൈ എന്ന വാക്കിനോട് റൈം ചെയ്യുന്ന, അതിനോട് യോജിച്ചു വരുന്ന വാക്കുകൾ, ഡ്രൈ എന്ന വേർഡിനോട് യോജിച്ചു വരുന്ന വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഇതളിലും എഴുതണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കവിതയിൽ നിന്നുള്ള ഇപ്പോൾ ഡ്രൈ, ഇപ്പോൾ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്ലൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എഴുതാം ഒരു ഇതളിൽ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഫ്ലൈ എന്ന് എഴുതാം. വേറൊരു ഇതളിൽ അടുത്ത ലൈനിൽ നോക്കൂ സ്കൈ. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എഴുതാം. അത് ഡ്രൈ എന്ന വാക്കുമായിട്ട് റൈം ചെയ്യുന്നതാണ്. ഒരേപോലെ ഡ്രൈ, ഒരേ ഉച്ചാരണമല്ല അവസാനിക്കുന്നത്, ഒരേ വാക്കുകളിലാണ് അല്ലെങ്കിൽ ഉച്ചാരണത്തിലാണ് അവസാനിക്കുന്നത്. നോക്കൂ, ഡ്രൈ, ബട്ടർഫ്ലൈ, സ്കൈ ഒക്കെ വൈ അല്ലെങ്കിൽ ഐ എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തത് തൈ, അതും എന്താണ്? ഡ്രൈ എന്ന വാക്കിനോട് റൈം ചെയ്യും. ഏത്? തൈ. ഡൈ, മരിക്കുക എന്ന വാക്കും സ്കൈ, ഡൈ, ഹൈ, ഇതൊക്കെ അവിടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. വെരി സിമ്പിളാണ്. ഡ്രൈ എന്ന വേർഡിനോട് റൈം ചെയ്യുന്ന വാക്കുകളാണ് ഈ പറഞ്ഞതെല്ലാം. സ്കൈ, തൈ, ബട്ടർഫ്ലൈ, ഫ്ലൈ, ഡൈ, ഹൈ. There are so many words from the poem. These all words you should complete in the petals of that flower. ഈ പൂവിൻ്റെ ഇതളുകളിൽ ഈ ഡ്രൈയുമായി യോജിക്കുന്ന ഓരോ വാക്കുകളും എഴുതി അത് ഫില്ല് ചെയ്യുക. ഇറ്റ്സ് വെരി സിമ്പിൾ. Then activity 2, fill in the boxes picking out phrases from the poem that show what the butterfly does. One is done for you. അതായത് താഴെ കൊടുത്ത ബോക്സുകളിൽ എന്താണ് ഈ കവിത നോക്കിയിട്ട് ഒരു ബട്ടർഫ്ലൈ എന്തെല്ലാം ചെയ്യും എന്ന് ആ കവിതയിലുണ്ട്. അത് ഒരു ഉദാഹരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ബട്ടർഫ്ലൈ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. ഉദാഹരണത്തിന് ബട്ടർഫ്ലൈ ചെയ്യുന്ന ആ കവിതയിൽ പറയുന്നതാണ് ഫ്ലൈസ് സോ ഹൈ. ഫ്ലൈസ് സോ ഹൈ, നല്ല ഉയർന്ന് പറക്കുന്നു. വേറെ എന്തൊക്കെ ബട്ടർഫ്ലൈ ആ കവിതയിൽ ബട്ടർഫ്ലൈ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്, അതൊക്കെ ഓരോ കോളത്തിലും എഴുതുക. എന്തൊക്കെ ഉണ്ട്? ഫ്ലൈസ് ഇൻ ദി സ്കൈ ഉണ്ട്, മോഷൻലെസ്ലി ലൈസ് ഉണ്ട്, ഗ്രേസ്ഫുള്ളി ഡൈസ് ഉണ്ട്, ലാൻഡ്സ് ഓൺ മൈ തൈസ് ഉണ്ട്. ഇതൊക്കെ ബട്ടർഫ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളവിടെ എഴുതി വെക്കുക. ഇറ്റ്സ് സിമ്പിൾ. ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ഇറ്റ്. ഇനി ഇഫ് യു ഹാവ് എനി ഡൗട്ട് you can ask me. Next activity, activity 3. This is another activity. Activity 3. Hearing the request of the butterflies, many friends in the garden offered them help. അതായത് നിങ്ങൾ ആ പഴയ കഥ ഓർമ്മ ഉണ്ടല്ലോ, ബട്ടർഫ്ലൈസ് 3 ബട്ടർഫ്ലൈസിൻ്റെ കഥ. മഴയത്ത് നിൽക്കാൻ സ്ഥലമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ 3 ബട്ടർഫ്ലൈയുടെ ആ റിക്വസ്റ്റ് കേട്ടിട്ട് മെനി ഫ്രണ്ട്സ് ഇൻ ദി ഗാർഡൻ ഓഫേർഡ് ദം ഹെൽപ്പ്. ആ ഗാർഡനിലെ ആ പൂന്തോട്ടത്തിലെ അവരുടെ പല സുഹൃത്തുക്കളും അവർക്ക് സഹായം വാഗ്ദാനം ചെയ്തു. അതിൽ പീക്കോക്ക് പറയാണ്. ദി പീക്കോക്ക്. വാട്ട് ഈസ് പീക്കോക്ക്? പീക്കോക്ക്. വാട്ട് ഈസ് പീക്കോക്ക്? മയിൽ അല്ലേ? മയിൽ ബട്ടർഫ്ലൈസിനോട് പറയാണ്, ആ ഗാർഡനിലുള്ള ബട്ടർഫ്ലൈസിനോട് പറയാണ്, ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. ബട്ടർഫ്ലൈസ് എൻ്റെ കൂടെ പോന്നോളൂ. വി ക്യാൻ പ്ലേ, വി ക്യാൻ ഡാൻസ്. നമുക്ക് കളിക്കാം, നമുക്ക് ഡാൻസ് ചെയ്യാം. വി ക്യാൻ സ്റ്റേ ടുഗദർ. നമുക്ക് ഒരുമിച്ച് തുടരാം, ഒരുമിച്ച് നിൽക്കാം, അല്ലെങ്കിൽ ഓരോരുത്ത് നമുക്ക് രാപ്പാർക്കാം എന്നൊക്കെ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് മയിൽ ബട്ടർഫ്ലൈസിനോട്, ആ മഴ നനഞ്ഞു നിൽക്കുന്ന ബട്ടർഫ്ലൈസിനോട് മയിൽ പറയാണ്. അതേപോലെ ദി സ്പാരോ ജംപ്ഡ് അപ്പ് ആൻഡ് സാങ്. ഇതേപോലെ സ്പാരോ എന്ന് പറഞ്ഞാൽ എന്താ? കുരുവി.
ഒരു കുരുവി ചാടിയിട്ട് പറയാണ് വാട്ട് വുഡ് ദി സ്പാരോ ടെൽ ദി ബട്ടർഫ്ലൈസ്. ആ സ്പാരോ ഇതേപോലെ ബട്ടർഫ്ലൈസിനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും? ഇപ്പോൾ ഈ മയിൽ പറഞ്ഞ പോലെ സംഭവങ്ങൾ ബട്ടർഫ്ലൈസിനോട് സ്പാരോയും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബട്ടർഫ്ലൈസ് കം വിത്ത് മീ, ഐ വിൽ ഗിവ് യു ഷെൽട്ടർ എന്നൊക്കെ ബട്ടർഫ്ലൈസിനോട് ആര് പറഞ്ഞിട്ടുണ്ടാവും? ഈ സ്പാരോയും ഈ മയിൽ പറഞ്ഞ പോലെ പറയുന്നതായിട്ട് നിങ്ങൾ എഴുതുക. ഇറ്റ്സ് എ ടാസ്ക്, യു ഫിൽ ഇറ്റ്. എന്തെല്ലാമായിരിക്കും ഈ സ്പാരോ ബട്ടർഫ്ലൈസിനോട് പറഞ്ഞിട്ടുണ്ടാവുക, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. ദെൻ പേജ് നമ്പർ 42, ആക്ടിവിറ്റി 4. The peacock can dance. The sparrow can sing. പീക്കോക്കിന് ഡാൻസ് ചെയ്യാൻ കഴിയും അല്ലേ? അത് മയിലിന് മയിലാട്ടം കണ്ടിട്ടില്ലേ? മയിൽ പീലി വിടർത്തിയിട്ട് ആടുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതേപോലെ മയിലിന് ഡാൻസ് ചെയ്യാൻ കഴിയും, സ്പാരോക്ക് പാടാൻ കഴിയും. വാട്ട് ക്യാൻ യു ഡു? നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ യു ഡു? കംപ്ലീറ്റ് ദി വേർഡ് വെബ്. അപ്പോൾ ഈ വേർഡ് വെബ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഐ ക്യാൻ കണ്ടല്ലോ, സെൻട്രൽ ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ കഴിയും. എന്തൊക്കെ കഴിയും? ഇപ്പോൾ ഇവിടെ ഒരു 1-2 ഉദാഹരണം തന്നിട്ടുണ്ട്. സ്വിം, ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സിങ്, എനിക്ക് പാടാൻ കഴിയും. ഐ ക്യാൻ ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. അതേപോലെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ഇവിടെ എഴുതുക. ഐ ക്യാൻ പെയിൻറ്റ്, ഐ ക്യാൻ ഡ്രോ, എനിക്ക് വരക്കാൻ കഴിയും. എന്തൊക്കെ നിങ്ങൾക്ക് കഴിയും അതൊക്കെ ഇവിടെ നിങ്ങൾ ഓരോ കോളത്തിലും എഴുതി വെക്കുക. സിമ്പിൾ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ടോ റൈറ്റ് എ സോങ് ഇൻ ദി ഫോളോയിങ് പാറ്റേൺ. എന്നിട്ട് ഇതേപോലെ അത് വെച്ചിട്ട് ഒരു കവിത ഉണ്ടാക്കുക, ഒരു പാട്ട് ഉണ്ടാക്കുക. ഐ ക്യാൻ ജമ്പ്, ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ സിങ്, ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ റീഡ്, ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു കവിത നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ അവിടെ എഴുതിയ വാക്കുകൾ വെച്ചിട്ടൊരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് ഉണ്ടാക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു അവർ നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 5. ഹിയർ ഹൂ ഈസ് സിറ്റിംഗ് നിയർ യു? റൈറ്റ് ഹിസ് ഓർ ഹെർ നെയിം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരാണോ, നിങ്ങളുടെ ക്ലാസ്സിലോ വീട്ടിലോ എവിടെയായാലും നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത് ആരാണോ അവരുടെ പേരെഴുതുക. നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, നിങ്ങളുടെ ക്ലാസ്സിലെ സുഹൃത്തായിക്കോട്ടെ, ഈ കോളത്തിൽ അവരുടെ പേരെഴുതുക. ആരാണോ നിങ്ങളുടെ സുഹൃത്ത് വെച്ചാൽ അവരെ പേരെഴുതുക. വാട്ട് ക്യാൻ ഹി ഷീ ഡു? അവനോ അവളോ ആരോ ആയിക്കോട്ടെ, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തെല്ലാമാണെന്ന് എഴുതുക. ഇപ്പോൾ ഇവിടെ കോളം കണ്ടില്ലേ, റൈറ്റ് ഫ്രണ്ട്സ് നെയിം. ആ കോളത്തിൽ ഇവിടെ ഫ്രണ്ടിൻ്റെ പേരെഴുതുക, നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ പേര് ഇവിടെ എഴുതുക. എന്നിട്ട് എന്തൊക്കെ അവന് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അവൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഷീ ക്യാൻ ഡാൻസ് ആണെങ്കിൽ ഷീ ക്യാൻ ഡാൻസ്, ഷീ ക്യാൻ റൈറ്റ്, ഷീ ക്യാൻ സ്വിം, എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ എഴുതുക. എന്നിട്ടോ റൈറ്റ് ഇൻ ബോക്സ് ബിലോ വാട്ട് യു ആൻഡ് യു ഫ്രണ്ട്സ് ക്യാൻ ഡു. അപ്പോൾ ഇനി അടുത്ത ബോക്സിൽ 2 ബോക്സ് ഉണ്ട്. അതിൽ ഐ എന്ന് എഴുതിയെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾ നേരത്തെ എഴുതിയ സംഭവങ്ങളൊക്കെ തന്നെ, ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ സ്വിം, എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അത് ഈ ഐയുടെ താഴെ എഴുതുക. മൈ ഫ്രണ്ടിന് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മൈ ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് എഴുതുക. അവിടെ ഫ്രണ്ടിൻ്റെ നെയിമിൻ്റെ താഴെ അത് എഴുതുക. ഇനി വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഡു ബട്ട് യു കാൺട്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തതും ഇവിടെ എഴുതുക. മൈ ഫ്രണ്ട് ക്യാൻ, എൻ്റെ ഫ്രണ്ടിന് ചെയ്യാൻ സാധിക്കും. ബട്ട് ഐ കാൺട്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത കോളത്തിൽ എഴുതുക. സിമ്പിളാണ്. ദെൻ പേജ് നമ്പർ 44, ആക്ടിവിറ്റി 6. അവർ ആക്ടിവിറ്റി 6 ഒരു വേർഡ് ചെയിൻ ഉണ്ടാക്കാനാണ്. ഇറ്റ്സ് ആൾസോ വെരി ഈസി ടു മേക്ക് വേർഡ് ചെയിൻ. ഹെൽപ്പ് ദി ബട്ടർഫ്ലൈ റീച്ച് ദി ഫ്ലവർ ബൈ ഫില്ലിംഗ് അപ്പ് ദി ബോക്സസ്. യു മേ ബിഗിൻ ദി നെക്സ്റ്റ് വേർഡ് വിത്ത് ദി ലാസ്റ്റ് ലെറ്റർ ഓഫ് ദി പ്രീവിയസ് വേർഡ്. അതായത് ഒരു വാക്കിൻ്റെ അവസാനത്തെ വാക്ക് ഉപയോഗിച്ചിട്ട് വേറൊരു വാക്ക് ഉണ്ടാക്കുക, അതിൻ്റെ അവസാനത്തെ വാക്ക് ഉപയോഗിച്ചിട്ട് വേറൊരു വാക്ക് ഉണ്ടാവും. അതാണ് വേർഡ് ചെയിൻ. ഇപ്പോൾ ഇവിടെ ഉദാഹരണം ബട്ടർഫ്ലൈ തന്നു. ഇനി ആ വൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വാക്ക് ഉണ്ടാക്കണം. അപ്പോൾ
ആരോ മാർക്ക് ഇട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വൈ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ യെല്ലോ ആണ് വരിക. പിന്നെ യെല്ലോ വന്നാൽ പിന്നെ അടുത്ത വാക്ക് ഏതാണ്? അത് അവസാനിക്കുന്ന വാക്ക് ഡബ്ല്യു വെച്ചിട്ടൊരു വാക്ക് ഉണ്ടാക്കണം അതിൻ്റെ നേരെ താഴെ. അപ്പോൾ ഇവിടെ വാട്ടർ. ഇനി അത് കഴിഞ്ഞാൽ ആറാണ് വരിക. അപ്പോൾ 6 റീഡ്. അത് കഴിഞ്ഞാൽ ഡി ആണ്. ആ ഡി വെച്ചിട്ട് ജിയിൽ അവസാനിക്കുന്നൊരു വാക്ക് ഉണ്ടാക്കുക, ഡോഗ്. അങ്ങനെ ഓരോന്നുണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സിമ്പിൾ വണ്ണാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദി ഫോളോയിങ്. ലുക്ക് അറ്റ് ദി യെല്ലോ ബട്ടർഫ്ലൈ സേ അബൌട്ട് ഹെർസെൽഫ് ആൻഡ് ഹെർ ഫ്രണ്ട്. മഞ്ഞ കളറുള്ള നിറത്തിലുള്ള ആ പൂമ്പാറ്റ എന്താണ് തന്നെക്കുറിച്ചും അവരുടെ സുഹൃത്തുക്കളെക്കുറിച്ചും പറയുന്നത് നോക്കാം. ഐ ആം എ യെല്ലോ ബട്ടർഫ്ലൈ. ഞാനൊരു മഞ്ഞ കളറിലുള്ള ഒരു പൂമ്പാറ്റയാണ്. ഐ ലിവ് ഇൻ എ ഗാർഡൻ. ഞാനൊരു പൂന്തോട്ടത്തിൽ ജീവിക്കുന്നു. ദർ ആർ 2 other ബട്ടർഫ്ലൈസ് ലൈക്ക് മീ ഇൻ ദി ഗാർഡൻ. എന്നെപ്പോലെ വേറെയും 2 ബട്ടർഫ്ലൈസ് ഉണ്ട് ആ പൂന്തോട്ടത്തിൽ. ഐ ഹാവ് മെനി അതർ ഫ്രണ്ട്സ് ആസ് വെൽ. അതുപോലെ തന്നെ എനിക്ക് അവരെ പോലെ ധാരാളം കൂട്ടുകാരുണ്ട്. ദേ ആർ ഫ്രോഗ്സ്. ആരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ? ഫ്രോഗ്സ്, തവളകളുണ്ട്. ഡ്രാഗൺ ഫ്ലൈസ്. വാട്ട് ഈസ് ഡ്രാഗൺ ഫ്ലൈ? കേട്ടിട്ടുണ്ടോ? ഡ്രാഗൺ ഫ്ലൈ, തുമ്പി. നമ്മൾ തുമ്പി എന്ന് പറയില്ലേ, തുമ്പികളുണ്ട്. പാരറ്റ്സ്, തത്തകളുണ്ട്. സ്പാരോസ്, കുരുവികളുണ്ട്. ആൻഡ് പീകോക്സ്, മയിലുകളുണ്ട്. ഇങ്ങനെ ധാരാളം കൂട്ടുകാരെനിക്കുണ്ട്. വി പ്ലേ ആൻഡ് ഡാൻസ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യാറും കളിക്കാറൊക്കെ ഉണ്ട്. വി ആർ ആൾ വെരി ഹാപ്പി. ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. നൗ റൈറ്റ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഫ്രണ്ട്സ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ചും ഇതേപോലെ എഴുതുക. ഐ ആം എ ബോയ്, ഐ ആം എ വൈറ്റ് ബോയ്, ഓർ ഐ ആം എ ബ്രൗൺ ബോയ്. അതൊന്നും ചേർക്കണമെന്നില്ല, കളറൊന്നും ചേർക്കണമെന്നില്ല. ഐ ആം എ ബോയ്, ഐ ലിവ് ഇൻ എ ഹൗസ്. അങ്ങനെ വെച്ചിട്ട് എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്, അവരുടെ പേരെഴുതാം, അവരൊപ്പം കളിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ദെൻ അവർ നെക്സ്റ്റ് we have 2 or 3 activities. Let's complete it. Another one is a project work. The butterflies are your friends. There are a lot of being in and around your house. Collect their pictures and paste them in your notebook. Write a short description of each one of them. You may write its name, color size, other features of appearance, food habits, where they live. ബട്ടർഫ്ലൈസ് നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അതേപോലെ നിങ്ങളുടെ വീടിന് ചുറ്റും പല ജീവികളുണ്ടാവും, പല വസ്തുക്കളുണ്ടാവും. അവയുടെ പിക്ചറൊക്കെ കളക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക നിങ്ങളുടെ നോട്ട് ബുക്കിൽ. എന്നിട്ട് ഓരോന്നിനെ കുറിച്ചിട്ടും ഒരു പാരഗ്രാഫ്, ഒരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കോഴി ഉണ്ടെങ്കിൽ ഹെന്നോ ചിക്കൻ എന്നൊക്കെ എഴുതിയിട്ട് അവരെ കുറിച്ചിട്ട് എഴുതുക. ഇപ്പോൾ ക്യാറ്റിനെ കുറിച്ച് എഴുതുക. ഇത് ചെയ്യുക കേട്ടോ. യു മേ ആൾസോ റൈറ്റ് വെദർ യു ലൈക്ക് ദം ഓർ നോട്ട് ആൻഡ് ഗിവ് റീസൺസ്. നിങ്ങൾക്ക് അവയെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്തുകൊണ്ട് എന്നൊക്കെ എഴുതാം നിങ്ങൾക്കതിൽ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇത്തരം ജീവികളെക്കുറിച്ച് എഴുതുക. അടുത്തത് ആക്ടിവിറ്റി ആണ്. അടുത്ത ആക്ടിവിറ്റി മൈ വേർഡ്സ് എന്ന ഒരു ഇത് കണ്ടില്ല, അതിൽ ലുക്ക് അറ്റ് ദി പിക്ചർ കെയർഫുള്ളി ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഇൻ ദി പാസേജ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദി ബോക്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത ആ ബോക്സിൽ കുറേ വാക്കുകളുണ്ട്, അത് വെച്ചിട്ട് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ക്ലൗഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേഘാവൃതമായ, മേഘം നിറഞ്ഞ. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഇതളുകൾ. മോഷൻലെസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കാതെ. പെബിൾസ് എന്ന് പറഞ്ഞാൽ ഉരുളം കല്ലുകൾ, വെള്ളാരം കല്ലുകൾക്കൊക്കെയാണ് പെബിൾസ് എന്ന് പറയാം. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം അല്ലെങ്കിൽ താമസ സ്ഥലം. സക്കിങ് എന്ന് പറഞ്ഞാൽ തേനൊക്കെ നുകരിയ, വലിച്ചെടുക്കുക, അതിനാണ് സക്കിങ് എന്ന് പറയാം. ഗ്രേസ്ഫുള്ളി പറഞ്ഞാൽ സമാധാനത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ എന്നൊക്കെയുള്ള അർത്ഥം. ചേസിങ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക എന്നാണ് ചേസിങ് എന്ന് പറഞ്ഞാൽ. വിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ചിറകുകൾ. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൽ യോജിച്ച വാക്കുകൾ വെച്ചിട്ട് ഇത് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ദിസ് ഈസ് അമ്മൂസ് ഗാർഡൻ, ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ ദി ഗാർഡൻ, സ്മൂത്ത് വിത്ത്
സ്മൂത്ത് വൈറ്റ് ബബിൾസ്. ഓക്കെ, അങ്ങനെ ഓരോന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. റൈറ്റ് ദി ന്യൂ വേർഡ്സ് യു ഹാവ് ലേൺഡ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. യൂസ് ദം ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. നിങ്ങൾക്കറിയാത്ത വാക്കുകളൊക്കെ വേറെ എഴുതിയിട്ട് അത് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ യോജിച്ച വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്കത് വെരി സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ ഡൗട്ട്സ്. വി വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഇനി ഐ ക്യാൻ, അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നുണ്ടോ? ഐ ക്യാൻ എന്നുള്ള ആ ഒരു സംഭവം. ഈ ഐ ക്യാൻ നിങ്ങൾക്ക് ഈ കഥ വായിച്ചിട്ട് മനസ്സിലായ സംഭവങ്ങളാണ്. ഇവിടെ പേജ് നമ്പർ 48 ഉണ്ട്. അതിലിപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചർ ഉണ്ട്. അതിൽ പ്ലേഡ്, പ്ലീസ്ഡ്, ലുക്ക്ഡ്, വെറ്റ്. അപ്പോൾ അവിടെ യോജിച്ച വാക്ക് വെച്ചിട്ട് ഓരോ ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ ഉള്ളിലുള്ള അത് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത് നിങ്ങൾ ഇതുവരെ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് ചെയ്യാനാണ്. അണ്ടർസ്റ്റാൻഡ്? കഥ ഇതുവരെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കഥ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. That's all. You have to do all these activities very keenly, very interestingly, and after that we can today we can complete our class. We can stop here. We can continue our class in our next class. Here we can stop this, and if you have any doubts you can ask me, and I think you are now very clear with the story, this unit 3 butterflies. Okay, let's stop for the day. It's enough for the day. Thank you.